യൂട്യൂബിലൊക്കെ എവിടെ നോക്കിയാലും ജമീമ റോഡ്രിഗസിനെ കുറിച്ച് പാസ്റ്റർമാർ വാദോരാതെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ഇത്രയും കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ബാക്കിയുള്ള ഡിനോമിനേഷൻസിനൊക്കെ പിന്നെയും അത് പറയാനുള്ളൊരു യോഗ്യത കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പെന്തക്കോസ്തിന് ഇല്ല എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ. അതേപോലെ ഈ കുട്ടികളാരെങ്കിലും എന്തെങ്കിലും സ്പോർട്സിലോ കാര്യങ്ങളിലോ ഒക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാസ്റ്റർമാരും അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ സ്ഥിരം എടുത്തു വെച്ച് പയറ്റുന്നൊരു സാധനമാണിത്. ഞാൻ സ്പോർട്സ് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, അങ്ങനെ യാതൊരുവിധ സ്പോർട്സും ഞാൻ കാണുന്നൊരു പരിപാടിയേ ഇല്ല, ഫോളോ ചെയ്യാറുമില്ല. അതിൻ്റെ മെയിൻ ഒരു റീസൺ ഈ ഒരു പെന്തക്കോസ്റ്റൽ അപ്ബ്രിങ്ങിങ് തന്നെയാണ്. പെന്തക്കോസ്റ്റലിൽ സ്പോർട്സ്, ആർട്സ് എന്ന് വേണ്ട ഏതൊരുവിധ കാര്യങ്ങളും അവർക്ക് പാപമാണ്. ലോകത്തിൻ്റെ മായിക വലയത്തിലെ സാത്താൻ്റെ ട്രാപ്പാണ് ഈ സാധനങ്ങൾ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കാറുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ട് TV ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇങ്ങനെ സ്പോർട്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും അങ്ങനെ പുറത്ത് വിടുക എന്നൊരു ശീലവും ഇല്ലായിരുന്നു. അതുകൊണ്ട് സ്പോർട്സ് എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടേ അല്ല ഇപ്പോഴും. പക്ഷേ 2-3 ദിവസമായിട്ട് യൂട്യൂബിൽ നോക്കിയാലും വാട്സപ്പിൽ സ്റ്റാറ്റസുകൾ നോക്കിയാലും ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരി ദൈവത്തെ സ്തുതിക്കുന്നതും എടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരങ്ങ് ആറാടുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാനായിട്ട് ഞാനൊന്ന് പോയി നോക്കിയപ്പോഴത്തേന് പുള്ളിക്കാരി ഈ ഒരു മത്സര വിജയത്തിന് ശേഷം യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർ പുള്ളിക്കാരിയെ തലയിലെടുത്ത് വെച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഞാനിവിടെ പെന്തക്കോസ്തുകാരെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഡിനോമിനേഷൻസിനൊക്കെ പിന്നെയും അത് പറയാനുള്ളൊരു യോഗ്യത കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പെന്തക്കോസ്തിന് ഇല്ല എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഹൈപ്പോത്തറ്റിക്കലി ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഈ ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു മലയാളി പെന്തക്കോസ്തുകാരി ആയിരുന്നു എങ്കിൽ ആദ്യമായിട്ട് കുട്ടിക്കാലത്ത് ഈ ഒരു സ്പോർട്സിനോടൊക്കെ താല്പര്യം തോന്നി, ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു പ്രേരണയൊക്കെ വീട്ടുകാരോട് അറിയിക്കുന്നു. വീട്ടുകാർ എന്നിട്ട് പയ്യെ ഇങ്ങനെ പാസ്റ്ററിൻ്റെ അടുക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം പാസ്റ്റർ പറയാൻ പോകുന്നത് ഒരു ദൈവവചനമായിരിക്കും. ആ വചനം 1 ശമൂവേൽ 15:23 മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് എപ്പോഴും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഒരു താല്പര്യം അറിയിക്കുമ്പം ഈ പാസ്റ്റർമാർ ഇതിൻ്റെ കോണ്ടെക്സ്റ്റുമായിട്ടൊന്നും ഇതിന് യാതൊരുവിധ ബന്ധമില്ല. ഇവർ വെറുതെ കോണ്ടെക്സ്റ്റ് എന്ന് എന്തെങ്കിലും ക്രിറ്റിസിസം വരുമ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം അവർക്ക് സൂട്ടബിളായിട്ട് തോന്നുന്ന ഒരു സാധനം എടുത്തിട്ട് കോണ്ടെക്സ്റ്റും അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായിട്ടൊക്കെ യാതൊരുവിധ ബന്ധമില്ലാത്ത രീതിയിൽ അവരൊരു വ്യാഖ്യാനം കൊടുത്ത് അതിനെ അങ്ങ് പടച്ചു വിടാറാണ് പതിവ്. അതേപോലെ ഈ കുട്ടികളാരെങ്കിലും എന്തെങ്കിലും സ്പോർട്സിലോ കാര്യങ്ങളിലോ ഒക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാസ്റ്റർമാരും അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ സ്ഥിരം എടുത്തു വെച്ച് പയറ്റുന്നൊരു സാധനമാണിത്. അടുത്തത് വേറൊരെണ്ണോട് ഇവർ സ്ഥിരം പറയാറുണ്ട് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷൻ വരുമ്പോഴത്തേന്. ജെറമ്യ 15:17 ആണത്. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നുല്ലസിച്ചിട്ടില്ല, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കിയാൽ നിൻ്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. ഈ ഒരു സാധനം എടുത്തു പറയാം. കളിക്കാരുടെ കൂട്ടത്തിലൊന്നും ഇരുന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിക്കാനോ ആനന്ദിക്കാനോ ഒന്നും പോകരുത്. നമ്മൾ അങ്ങനല്ല, നമ്മൾ വേർപെട്ടവരാ. ഇതായിരിക്കും ബേസിക്കലി ഒരു സ്പോർട്സിനോടൊക്കെ താല്പര്യമുള്ളൊരു കുട്ടി അത് പ്രകടിപ്പിച്ചാൽ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കേൾക്കാൻ പോകുന്ന മെയിൻ കാര്യങ്ങൾ. ഇത് വചനം എടുത്തു വെച്ച് പറയുന്നതാണ് ഈ സാധനങ്ങൾ. അന്നേരം ഇവർ കോണ്ടെക്സ്റ്റോ ഒരു തേങ്ങയും നോക്കാറില്ല. ഞാനിത് സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന സാധനം തന്നെയാണ്. പിന്നെ ഇവരുടേതായ ഭാഷയിൽ ഇവർ ബാക്കി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പെന്തക്കോസ്തുകാരായിട്ടുള്ള കുട്ടികളാണിത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സ്പോർട്സിനോ ആർട്സിനോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാരത് പാസ്റ്റർമാരോടോ സഭയിലുള്ള വിശ്വാസികളോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടായിരിക്കും ഈ സാധനം. അതിങ്ങനെയാണ്: മക്കളെ, നമുക്ക് ലോകത്തിൻ്റെ യാതൊരുവിധ മോഹവും വേണ്ട, അതിൽ കുറച്ചുള്ളത് മതി നമുക്ക്. ഈ പാപത്തിൽ കൂടെ സമ്പാദിക്കുന്നതൊന്നും തന്നെ നിലനിൽക്കത്തില്ല. നിലനിൽക്കുന്നതായ പാറയെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ യേശുക്രിസ്തുവാണ്. ആദ്യത്തെ ഒരു ഡയലോഗ് ഇതായിരിക്കും. പിന്നെ പറയാൻ പോകുന്നൊരു സാധനം, ദൈവഭയമില്ലാതെ ഇങ്ങനെ ലോകത്തിൻ്റെ പുറകെ ജാതികളെപ്പോലെ പോയിട്ട് നിങ്ങളുടെ ജീവിതം നരകത്തിൽ തീപ്പൊയ്കയിൽ വീണ് നശിച്ചു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സാധനത്തിലൊന്നും പോകാതെ, ഇതെല്ലാം ലോകമോഹങ്ങളാണ്. അതായിരിക്കും രണ്ടാമത് ഇവർ പറയാൻ പോകുന്നൊരു സാധനം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഇവർ ബേസിക്കലി ഒരു കുട്ടി ഒരു സ്പോർട്സിനോടോ ആർട്സിനോടോ ഒക്കെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇതൊക്കെയായിരിക്കും പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് അല്ലെങ്കിൽ ഇതിലുപരി ഇതിനോട് സാമ്യതയുള്ള രീതിയിൽ ഒത്തിരി രീതിയിൽ അവർ ഡയലോഗ്സ് അടിക്കാറുണ്ട്. ഞാൻ കേട്ട് പരിചയമുള്ള 2 എണ്ണം പറഞ്ഞതന്നേ ഉള്ളൂ. പിന്നെ ഇതും കേൾക്കാതെ വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി ആ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും സ്പോർട്സിനോ കാര്യങ്ങൾക്കോ പോയി എന്ന് തന്നെ വെക്കുക. പുള്ളിക്കാരിയാണെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും.
അവരിനെയും പറയാൻ പോകുന്നത് അവൾ കുട്ടി നിക്കറ് വിട്ട് ചാടി മറിഞ്ഞ് ഉള്ള ആ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായിട്ട് പോയിരിക്കുകയാണ്. ലോകത്തിൻ്റെ പുറകിന് പോയി നശിച്ചു പോകുന്ന നരകത്തിലെ വിറകുകൊള്ളികൾ. ഈ ഒരു ലൈനിലായിരിക്കും ഇനി ഇവർ ഈ പറഞ്ഞതൊന്നും വകവെക്കാതെ പോയി കഴിഞ്ഞാൽ അടുത്തത് പറയാൻ പോകുന്നത്. പിന്നെ എനിക്ക് അവസാനമായിട്ട് ഈ പെന്തക്കോസ്ത് ഹിപ്പോക്രൈറ്റ്സുകളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഈ സ്റ്റാറ്റസ് ഇടുന്നതും ജമീമ റോഡ്രിഗസിനെ വാനോളം പുകഴ്ത്തുന്നതും ഇതിൽ എത്ര പേര് നിങ്ങളുടെ മക്കളെ ഈ ഒരു സ്പോർട്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ആർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിടാൻ നിങ്ങൾ തൽപരരാണ്? ദൈവനാമ മഹത്വത്തിനായിട്ട് അവരിങ്ങനെ സ്പോർട്സിലും അവിടെ ഇവിടെയൊക്കെ പോയി ജയിച്ചതിന് ശേഷം ദൈവനാമം ഉയർത്തി പറയാനായിട്ട് എത്ര പേര് നിങ്ങളുടെ മക്കളെ വിടും? ഒറ്റ കുഞ്ഞു വിടത്തില്ല. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വൃത്തികെട്ട ഒരു രീതിയാണിത്. അവരുടെ അവരിങ്ങനെ കൽപ്പിച്ച് വെച്ചിരിക്കും ഇതാണ് നോർമൽ, ഇതാണ് പാപമില്ലാത്ത ജീവിതം. അതിന് പുറത്തേക്ക് ഡ്രീം കാണാൻ ആരെ അവർ അനുവദിക്കാറില്ല. ആരെങ്കിലും ആ ഡ്രീം കണ്ടാൽ അവരെ നശിപ്പിക്കും. എങ്ങനെയെങ്കിലും ഷെയിം ചെയ്ത് കളിയാക്കി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും വചനങ്ങൾ കൊണ്ടുവന്ന് വളച്ചൊടിച്ച് അവരെ അതിൽ നിരാശപ്പെടുത്തി അവരുടെ ഒരു സ്വപ്നം കാണാനുള്ളൊരു ശേഷിയെ മുരടിപ്പിച്ച് കളയും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിനോടെല്ലാം ഫൈറ്റ് ചെയ്ത് എങ്ങനെയും പുറത്ത് വന്ന് അവരെന്തേലും ഒന്ന് അച്ചീവ് ചെയ്താൽ ആ നിമിഷം പുറകിന് വന്നിട്ട് അവരെ പൊക്കി പറഞ്ഞ് ഇതുപോലെ പുറകിന് കൂടും. ഇത്രയും വൃത്തികെട്ട ഇത്രയും ഹിപ്പോക്രൈറ്റ്സ് ആയിട്ടുള്ള വേറെ ഒരു സമൂഹം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഇത്രയും സ്റ്റാറ്റസുകളും ഈ ആഘോഷവും യൂട്യൂബിലൊക്കെ എവിടെ നോക്കിയാലും ജമീമ റോഡ്രിഗസിനെ കുറിച്ച് പാസ്റ്റർമാർ വാദവരാതെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ഇത്രയും കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഈ ജമീമ റോഡ്രിഗസ് ഇപ്പം ഒരു മലയാളി പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും വീട്ടിലായിരുന്നു ജനിച്ച് വളർന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി പുള്ളിക്കാരി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലെ നേഴ്സോ അല്ലെങ്കിൽ ആരെയെങ്കിലും കല്യാണം കഴിച്ചിട്ട് അങ്ങനെ 4-5 പിള്ളേരുമായിട്ട് ഒത്തുകൂടി പോകുന്ന ഒരു രീതിയിൽ ഇരുന്നേനെ. പുള്ളിക്കാരി ഈ ഒരു കമ്മ്യൂണിറ്റി എനിക്കറിയത്തില്ല, പുള്ളിക്കാരിയുടെ ഡിനോമിനേഷൻ കാര്യങ്ങൾ അറിയത്തില്ല. എനിവേ ഈ കേരളത്തിലല്ലാത്തത് കൊണ്ടാണ് പുള്ളിക്കാരി രക്ഷപ്പെട്ടത്. ഏതോ ഒരു ബെറ്റർ സിറ്റിയിൽ ജനിച്ച് വളർന്നതുകൊണ്ടും പേരൻസിന് കുറച്ചുകൂടെ ലോകപരിചയം ഉള്ളതുകൊണ്ടും ബോധവും വിവരവും ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരി അത് അച്ചീവ് ചെയ്തത്. പുള്ളിക്കാരി ദൈവത്തെ സ്തുതിച്ചു കാര്യങ്ങൾ അത് സെക്കൻഡറിയാണ്, പുള്ളിക്കാരിയുടെ ബിലീഫ്. പക്ഷേ ഇതേ ആൾ കേരളത്തിലായിരുന്നു, ഒരു പെന്തക്കോസ്റ്റൽ സൊസൈറ്റിയിലായിരുന്നുവെങ്കിൽ മുരടിച്ച് സ്വന്തമായിട്ടൊരു ജീവിതം, ഒരു പേഴ്സണാലിറ്റി, ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു കരിയർ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതേപോലെ കണ്ടവൻ്റെ അധ്വാനബലം മോഷ്ടിച്ചിട്ട് സ്വന്തം വിശ്വാസത്തിന് അടിത്തറയിടാൻ പോകുന്ന ഹിപ്പോക്രൈറ്റുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.